ഹലോ മക്കളെ, അപ്പേ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എളുപ്പമാണെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത്. സാധാരണ ബേസിക് സയൻസ് എക്സാമിനേഷനൊക്കെ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് ആൻസർ ഷീറ്റിൽ അങ്ങോട്ട് ഛർദ്ദിച്ച് വെക്കും. അതും അല്ലെങ്കിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങോട്ട് പഠിച്ച് ഇതെന്താണ് എഴുതുന്നത്, എന്തിനെ പറ്റിയാണ് എഴുതുന്നത് വലിയ ധാരണയില്ലാതെ അങ്ങോട്ട് എഴുതി വെക്കും. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, KKPP അല്ലേ? പക്ഷെ ഇപ്പോൾ ഈ നിമിഷം മുതൽ അതിന്റെ ട്രെൻഡ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അല്ലെ? എന്താണ് ഇപ്പൊ ബേസിക് സയൻസിന്റെ ട്രെൻഡ്? അതായത് കൃത്യമായിട്ട് കൺസെപ്റ്റ് അടിയുറച്ച് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ എക്സാം ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റൂ എന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ കൺസെപ്റ്റുകളൊക്കെ നുള്ളിപ്പെറുക്കി ഞങ്ങൾ എപ്പോൾ പഠിക്കും സാർ, അടുത്ത കൊല്ലാണോ പരീക്ഷ എഴുതുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലടാ. നിങ്ങളെ കൃത്യമായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് എജുപോർട്ട് ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. ഒരു സാധാരണ സ്റ്റഡി പ്ലാൻ പോലെയല്ല. നമ്മുടെ മുമ്പിൽ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന വലിയൊരു കടലാണ് കിടക്കുന്നത്. ആ കടല് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നീന്തി കടക്കാമെന്നുള്ള ഒരു അടിപൊളി പ്ലാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ക്ലാസ് എടുക്കുന്ന സ്ലൈഡുകളും അതിൻ്റെ നോട്ട്സുകളും പുതിയ പുതിയ അപ്ഡേഷനുകളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, ഇന്ന് കൃത്യം 7 മണിക്ക്. ഗുഡ് ബൈ.